എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഗൂഗിളിൻ്റെ ആപ്പ് ഗ്രൂപ്പിലെ ഒരു ആപ്പായ ഗൂഗിൾ ഫോം എങ്ങനെയാണ് ബേസിക് ഡിസൈൻസ് ചെയ്യുന്നതും ഫലപ്രദമായി ഡാറ്റ കളക്ട് ചെയ്യുന്നതും എന്നുള്ളതിൻ്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ ആണിത്. ഗൂഗിൾ ഫോം എന്നത് ഗൂഗിളിൻ്റെ ഒരു സൗജന്യ സോഫ്റ്റ്വെയറാണ്. ഗവേഷണങ്ങൾ, ഡാറ്റ കളക്ഷനുകൾ, ഇവൻറ്റുകൾ, ടാസ്കുകൾ, ക്വിസ് പ്രോഗ്രാമുകൾ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ഒരു കൂട്ടം ആളുകളിൽ നിന്നും ഡാറ്റകൾ ശേഖരിക്കുന്നതിന് ഉപയോഗിക്കുന്നൊരു മാധ്യമമാണ് ഗൂഗിൾ ഫോം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സൗജന്യമാണ്, കൂടാതെ എളുപ്പം പോർട്ടബിലിറ്റി ഉള്ളതാണ്. മൊബൈൽ പോലുള്ള ഉപകരണങ്ങൾക്ക് കൂടി ഉപയോഗിക്കത്തക്ക വിധം സജ്ജീകരിച്ചിട്ടുള്ളതുമാണ്. എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഡിസൈൻ ചെയ്യുന്നതെന്ന് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 9 ഡോട്ട് ബട്ടൺസ് ഗൂഗിൾ ആപ്സ് എന്നത് ഓപ്പൺ ചെയ്ത് ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. അതുമല്ലെങ്കിൽ drive.google.com എന്ന സൈറ്റ് വഴിയും അതല്ല forms.google.com വഴിയും നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ആക്സസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ ഗൂഗിൾ ഫോം നമുക്ക് ബേസിക്കായിട്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഗൂഗിൾ ഫോമിലെ ഡാറ്റകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതിപ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ന്യൂ എന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഗൂഗിൾ ഷീറ്റ് ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ്. ഇപ്പോൾ ഒരു ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്, അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ്. നമ്മൾ ഇതിനെ ടൈറ്റിൽ ചെയ്യുകയാണ് സർവേ റിസൾട്ട്സ്. സർവേ റിസൾട്ട് എന്ന് നമ്മൾ ടൈറ്റിൽ ചെയ്തു. ഈ ഷീറ്റിൻ്റെ പേര് ഇനി അങ്ങനെയായിരിക്കും. ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ സർവേ റിസൾട്ട് എന്ന നമ്മളെ ഷീറ്റ് കാണാം. ഇനി നമ്മൾ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്യുകയാണ്. നേരത്തെ ചെയ്ത പോലെ ന്യൂ ഫോം ബ്ലാങ്ക് ഫോം. ഇതാണ് ഗൂഗിൾ ഫോം എന്ന് പറയുന്നതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലെ ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനും ഒരു പേര് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ പേര് മാറ്റുകയാണ്. ബേസിക്സ് എന്ന് മാറ്റുന്നു. ഞാൻ ഈ ഒരു ഷീറ്റിന് പേര് കൊടുത്തിരിക്കുന്നത് ബേസിക്സ് എന്നാണ്. ഈ ബേസിക്സ് എന്ന ഹെഡിങ് ഇവിടെ വലിയ അക്ഷരത്തിൽ വന്നിട്ടുണ്ട്. ഈ ഹെഡിങ്ങിന് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി താഴെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, ലിങ്ക് ചെയ്യാനുള്ളത് എന്നിങ്ങനെ പറഞ്ഞ് കുറച്ച് ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫോണ്ടിൻ്റെ കാര്യങ്ങൾ മാറ്റി ചെയ്യാവുന്നതാണ്. ബോൾഡാക്കാം, ഇറ്റാലിക് ആക്കാം. ഓക്കെ, ഇനി ഈ ഫോമിനെ സംബന്ധിച്ച ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കും. നമ്മൾ എപ്പോഴും ഒരു ഫോം മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റായിട്ട് വരുന്നത് ഈ ഒരു ഹെഡിങ്ങിലായിരിക്കും. ഈ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അവിടെ എഴുതി കാണിക്കും മെയിലിൽ പോകുമ്പോൾ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് കൂടുതൽ ഫോംസൊക്കെ കിട്ടുന്ന ആളുകൾക്ക് വേർതിരിച്ചറിയാൻ വളരെ എളുപ്പമായിരിക്കും. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഫോർ പ്ലാന്റ് റിലേറ്റഡ് ഡിസ്കഷൻ. ഓക്കെ, പ്ലാന്റ് റിലേറ്റഡ് ഡിസ്കഷൻ എന്ന് കൊടുക്കുന്നു. ഇനി ഈ ഒരു ഫോം നമ്മൾക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇതിന് ചില ബ്യൂട്ടിഫൈ ചെയ്ത് വെച്ചാൽ വളരെ നന്നാവും. അതിനുവേണ്ടി നമുക്കിവിടെ ഒരു തീം എന്നൊരു ബട്ടണുണ്ട്. ഇവിടെ തീം
ഈ തീമിൽ നോക്കിയാൽ ഹെഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്ന ഭാഗം ഹെഡർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് റോബോട്ടോ ആണ്. 24 സൈസിലാണ് ഫോണ്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഫോണ്ടുകൾ ഉപയോഗിച്ച് മാറ്റാം. ഫോണ്ട് സൈസ് മാറ്റാം, ഡിസൈൻ മാറ്റാം, എല്ലാം ചെയ്യും. കുറച്ചുകൂടി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഹെഡർ ചൂസ് ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കുറച്ച് ഡിഫാൾട്ട് ഇല്ലസ്ട്രേഷൻസ് കാണാം. ഇത് മതിയെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോരോ ഇവൻറ്റിനനുസരിച്ച് നമ്മൾക്ക് ഇവിടെ പിക്ചർ മാറ്റാം. അതല്ലെങ്കിൽ നമുക്ക് സിസ്റ്റത്തിലോ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഫോട്ടോസ് എടുക്കണേ അപ്ലോഡ്, ബ്രൗസ് ചെയ്യുന്നു. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ഓപ്പൺ. ഞാൻ ആ ഫോട്ടോ നമ്മളുടെ ഈ ഫീൽഡിലേക്ക് ഇമ്പോർട്ടായി വരുന്നുണ്ട്. ഇതാണ് പിക്ചറിൻ്റെ സൈസ്. ഡൺ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിൻ്റെ ഹെഡർ സൈഡിലായിട്ട് ആ ചിത്രം വരുന്നത് കാണാം. ഇതാണ് ഹെഡറിലേക്കുള്ള ഫോട്ടോ കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റാനുള്ള സാധനങ്ങൾ ഇവിടെ വേറെ ഏതെങ്കിലും ഒക്കെ ഫോർമാലിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് തീം മാറ്റാം. ഇങ്ങനെ എല്ലാം നമുക്കിവിടെ ചെയ്യാം. ഞാൻ തീം ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റിൽ ഒരു ഇമെയിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് റെസ്പോണ്ടേഴ്സിൻ്റെ ഇമെയിൽ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാനുള്ള ആവശ്യത്തിലായിട്ട് ഇമെയിൽ ആഡ് ചെയ്യണം. നമ്മൾ സെറ്റിങ്സ് പോകുന്നു. ഇവിടെ റെസ്പോൺസസ് ക്ലിക്ക് ചെയ്യുന്നു. കളക്ട് ഇമെയിൽ അഡ്രസ്സസ് ഡ്രോപ്പ് ഡൗൺ എടുക്കുന്നു. റെസ്പോണ്ടർ ഇൻപുട്ട് കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ക്വസ്റ്റ്യൻസിൽ വരുന്നു. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇമെയിൽ ഒരു റിക്വയർഡ് ഫീൽഡായിട്ട് വന്നിട്ടുണ്ട്, വാലിഡ് ഇമെയിൽ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു. യുവർ നെയിം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ നോക്കുക, മൾട്ടിപ്പിൾ ആയിരുന്നു, ഇപ്പോൾ ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ട്. യുവർ നെയിം എന്ന് കൊടുത്തു. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സിൽ ഡിഫോൾട്ട് കിടന്നിരുന്നത് ഷോർട്ട് ആൻസറിലേക്ക് മാറി. യുവർ നെയിം എന്നത് ഷോർട്ട് ആൻസർ ആയതുകൊണ്ട് തന്നെ സിസ്റ്റം നമ്മുടെ ഗൂഗിൾ ഫോം ഓട്ടോമാറ്റിക്കലി ആ ചോയ്സ് തിരഞ്ഞെടുത്തതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് പിക്ചർ വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെയും പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ റിക്വയർഡ് ഫീൽഡ് ആക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു. ഇവിടെ ജെൻഡർ ആഡ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ ചോയ്സാണ് ഇവിടെ ഉള്ളത്. ജെൻഡർ ആഡ് ചെയ്തപ്പോൾ വേറൊരു മാറ്റവും വരുത്തിയിട്ടില്ല, മൾട്ടിപ്പിൾ ചോയ്സാണ്. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സസ് കൊടുക്കുകയും അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനും പറ്റുന്നതാണ് മൾട്ടിപ്പിൾ ചോയ്സ്. ഞാനിവിടെ മെയിൽ കൊടുക്കുന്നു. എൻ്റർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീമെയിൽ അവിടെ വന്നിരിക്കുന്നത് കാണാം. ദെൻ വീണ്ടും എൻ്റർ കൊടുക്കുന്നു. പ്രിഫർ ടു നോട്ട് സേ, പറയാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് അത് വെളിപ്പെടുത്തണമെന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നു. റിക്വയർഡ് ഫീൽഡ് കൊടുക്കുന്നു. വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഒരു ചെക്ക് ബോക്സ് ആണ്. ഇവിടെ പ്രസ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ളത് മാറ്റി ചെക്ക് ബോക്സസ് എടുക്കുന്നു. ചെക്ക് ബോക്സസിൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാം, അതുപോലെ തന്നെ എത്ര സെലക്ഷൻസ് വേണമെങ്കിലും യൂസേഴ്സിന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാട്ട് ടൈപ്സ് ഓഫ് പ്ലാൻസ് യു ഹാവ്? ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു. ഇവിടെ വാട്ട് ടൈപ്പ് ഓഫ് പ്ലാൻസ് യു ഹാവ്, അപ്പോൾ അവരുടെ അടുത്തുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഓപ്ഷനിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അഡീനിയം, അറേലിയ, then hibiscus and rose. ഇത്രയും ഞാനിവിടെ ആഡ് ചെയ്യുന്നു. ഈ ഫീൽഡ് ഞാൻ മാൻഡേറ്ററി ആക്കുന്നു. പ്ലസ് ബട്ടൺ കൊടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു നീഡ് മോർ പ്ലാൻസ്? അവിടെ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ആണ് കൊടുക്കുന്നത്. ഡ്രോപ്പ് ഡൗൺ വെച്ച് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഡ്രോപ്പ് ഡൗണിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുന്നു, അതിൽ നിന്ന് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുന്നു.
പക്ഷേ ഈ ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞത് ചൂസ് എന്ന ഓപ്ഷനിലായിരിക്കും അത് കിടക്കുന്നുണ്ടാവുക. അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ വീണ്ടും അഡീനിയം, നരേലിയ, റോസ്, ബൊഗൺവില്ല ഇത്രയും കൊടുക്കുന്നു. റിക്വയർഡ് ഫീൽഡ് ആക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റിനോട് നമ്മൾ കൊടുക്കുകയാണ്. കമൻസ്. ഇപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് കിടക്കുന്നത്. കമൻസ്, COMMENTS, കമൻസ് കൊടുക്കുന്നു. കമൻസ് കൊടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പാരഗ്രാഫായി മാറുന്നു. കമൻസ് എന്നത് കുറച്ചധികം എഴുതാനുള്ളത് കൊണ്ടായിരിക്കും ഇത് പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. ഐ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഈ രീതിയിലായിരിക്കും നമ്മൾ ഫോം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റെസ്പോണ്ടൻസിന് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോമിനെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഗൂഗിൾ ഷീറ്റുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യണം. അത് റെസ്പോൺസസ് എടുക്കുന്നു. ഇവിടെ റൈറ്റ് സൈഡ് കാണാം ലിങ്ക് ടു ഷീറ്റ്സ് എടുക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഷീറ്റ് തുടക്കത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ഒരു പൊസിഷനിലെത്തുമ്പോൾ നമ്മൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഓപ്ഷൻ സെലക്റ്റായി കിടക്കുന്നത് ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ്. അതിൻ്റെ ഹെഡിങ് ആയിട്ട് ബേസിക്സ് നമ്മൾ കൊടുത്ത ഹെഡിങ് ആണ്. റെസ്പോൺസസ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട്, നമ്മൾ ഡ്രൈവ് ഓപ്പൺ ആവുന്നു. നേരത്തെ ചെയ്തു വെച്ച സർവേ റിസൾട്ട് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കോളം ഹെഡേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എന്താണോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതാണ് കോളം ഹെഡേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു ഷീറ്റ് ഇനി സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് റെസിപ്പിയൻസിന്. സെൻഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ പല ഓപ്ഷൻസുകളും ഉണ്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട്. അതായത് ഒന്ന് ഇമെയിൽ, ഡിഫോൾട്ട് സെലക്ഷൻ ആണ്. ദെൻ ലിങ്ക് കോപ്പി ചെയ്യുക. ഇങ്ങനെയുള്ള സെലക്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഇമെയിൽ എടുക്കുന്നു. ഇമെയിൽ അടിക്കുന്നു. binu@gmail.com. ഓക്കെ, ഞാൻ ഈ മെയിലിലോട്ടാണ് ഇത് അയക്കുന്നത്. അഡീഷണൽ എത്ര മെയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുത്ത ടൈറ്റിൽ ബേസിക്സ് എന്ന് കാണാം. ഇവിടെ ഫോം ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട്. ഐ ഇൻവൈറ്റഡ് യു ടു ഫിൽ ഔട്ട് ദ ഫോം. ഈ ഫോം നമുക്ക് ഇതെവിടെയാണ് വരിക എന്നുള്ളത് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൽ എടുത്ത് നോക്കിയാൽ അറിയാം. ഇൻക്ലൂഡ് ഫ്രം ഫോം ഇൻ ഇമെയിൽ ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ബോഡിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. മറ്റേത് അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് വരിക. എഡിറ്റർ ആഡ് ചെയ്യുക. ഒരാളെ ഇത് ആഡ് കൊടുത്തിട്ട് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടി എഡിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസാണ്. നമ്മൾ സെൻഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഫോം സെൻഡായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെയിറ്റിംഗ് ഫോർ വൺ റെസ്പോൺസ്. വെയിറ്റിംഗ് ഡിലേ ആകുമ്പോൾ നമ്മൾക്ക് വീണ്ടും സെൻഡ് റിമൈൻഡർ കൊടുക്കാം. ഇനി നമുക്ക് മെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മെയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ കാണാം ബേസിക്സ് എന്ന ഫോം. ഇവിടെ ഞാൻ ഫോം ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇതാണ് ഒരു റെസിപ്പിയൻറ്റിൻ്റെ മെയിലിൽ ഓപ്പൺ ചെയ്താൽ കിട്ടുന്ന ഫോമിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ഗൂഗിൾ ഫോംസ് എന്ന് കാണാം. ഐ ഹാവ് ഇൻവൈറ്റഡ് യു ടു ഫിൽ ഔട്ട് ഫോം. ഇത് നേരത്തെ ഗൂഗിൾ ഫോം ഓട്ടോമാറ്റിക്കലി ചെയ്ത മെസ്സേജാണ്. ബേസിക്സ് നമ്മൾ കൊടുത്ത ടൈറ്റിലാണ്. ഫോർ പ്ലാൻ റിലേറ്റഡ് ഡിസ്കഷൻ നമ്മൾ കൊടുത്ത ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ്. ഫിൽ ഔട്ട് ഇൻ ഗൂഗിൾ ഫോംസ്. ഇതാണ് ഈ ഗൂഗിളിൻ്റെ ഫോമിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ബേസിക്സ് ഫോർ പ്ലാൻ റിലേറ്റഡ് ഡിസ്കഷൻ, ഇമെയിൽ, ഞാൻ നേരത്തെ കൊടുത്ത മെയിൽ എന്ന് ഇവിടെ കൊടുക്കുന്നു. യുവർ നെയിം, ജെൻഡർ, അഡീനിയം, അരേലിയ, ഹിബിസ്കസ്, റോസ് എനിക്കുണ്ട്. ഇവിടെ ഡു യു മോർ പ്ലാൻസ്. ഇതാണ് ഡ്രോപ്പ് ഡൗണിൻ്റെ സിസ്റ്റം. ചൂസ് എന്ന് കാണാം. നമ്മൾ ഡ്രോപ്പ് ഡൗൺ എടുക്കുന്നു. ഇവിടെ ബോഗൺവില്ല എനിക്ക് ഇല്ലാത്തത് ഞാൻ കൊടുക്കുന്നു. കമൻസ്, വെരി യൂസ്ഫുൾ സർവേ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഇനി ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ലിയർ എന്ന് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുന്നു. ഫോം സബ്മിറ്റ് ആയിട്ടുണ്ട്.
ഇവിടെ കാണാം യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്, സബ്മിറ്റ് അനദർ റെസ്പോൺസ്. ഇനി ഒരാൾക്ക് മൾട്ടിപ്പിൾ റെസ്പോൺസസ് കണക്ട് ചെയ്യണമെങ്കിലാണ് സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്നുള്ള ലിങ്ക് കിടക്കുന്നത്. ഇതൊക്കെ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ അടുത്ത പാർട്ടിൽ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് വീണ്ടും ഫോമിലൊന്ന് പോയി നോക്കാം. നമ്മുടെ ഫോമിൽ തിരിച്ചെത്തിരിക്കുകയാണ്. ഇവിടെ ഈ ഇൻ്റർഫേസിൽ നോക്കിയാൽ കാണാം, ഫസ്റ്റ് നമ്മൾ റെസ്പോൺസസ് എന്നുള്ളിടത്ത് 1 വന്നിട്ടുണ്ട്, 1 റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സമ്മറിയിലാണ് ഇപ്പോൾ ഉള്ളത്. സമ്മറീൻ്റെ ചാർട്ട് വെച്ചിട്ട് സമ്മറൈസ് ചെയ്ത് വെച്ചതാണിത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ പോവുകയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ എത്ര ഉണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിലുകൾ കാണാം. ഇവിടെ ഇനി നമ്മൾ കാണാനുള്ളത്, നമ്മൾ വ്യൂ ഷീറ്റ്സ് എന്ന് പറഞ്ഞ ഷീറ്റ് എടുക്കുന്നു. ഈ ഷീറ്റിൽ നമ്മൾ നേരത്തെ ബ്ലാങ്ക് ആയിട്ടിരുന്ന റോ ആണിത്. ടൈം സ്റ്റാമ്പ് എന്നുള്ള ഹെഡിങ് ഉണ്ടായിരുന്നു. അവിടെ നോക്കിയാൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്ത് അയച്ച സമയം, അയച്ച ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോം വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്ന് ഉള്ള വീഡിയോകളിൽ ഉണ്ടാവുന്നതാണ്. നന്ദി.